കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മഹബൂബിനെതിരെ പരാതി. ഷാഫി പറമ്പിൽ MP, പാറയ്ക്കൽ അബ്ദുള്ള MLA എന്നിവരെ ഭീഷണിപ്പെടുത്തിയതിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവ് BP ദുൽകിഫിലാണ് പരാതി നൽകിയിരിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ SIT അന്വേഷണം തടസ്സപ്പെടാനുള്ള നീക്കത്തിനെതിരെ കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. SP മെറിൻ ജോസഫിനാണ് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ആരോഗ്യവകുപ്പിലെ ഒഴിവുകൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തിലാണ് മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. ഒഴിവുകൾ കാലതാമസം കൂടാതെ റിപ്പോർട്ട് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്കും കീഴ്സ്ഥാപനങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകണമെന്ന നിർദ്ദേശം. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. ജവാൻ റമ്മിന്റെ ലുക്ക് മാറും, പ്രതിസന്ധി പരിഹരിച്ചെന്ന് ബെബ്കോ. കേരളത്തിലെ മദ്യ ഉപഭോക്താക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ജവാൻ റം വൈകാതെ പുത്തൻ ലുക്കിൽ ബെബ്കോ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തും. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെയാകും ഇനി ജവാൻ എത്തുകയെന്ന് അധികൃതർ നൽകുന്ന സൂചന. ആവശ്യക്കാർ ഏറെയുള്ള ജവാൻ റം നിലവാരമില്ലാത്ത പ്ലാസ്റ്റിക് കുപ്പിയിലാണ് നിറയ്ക്കുന്നതെന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഇത് പരിഹരിച്ച് ഇനി മുതൽ ISO നിലവാരമുള്ള കുപ്പിയിൽ മദ്യമെത്തിക്കാനാണ് എക്സൈസ് വകുപ്പ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. PM ശ്രീ മാർച്ചിന് നേരെയുണ്ടായ ജലപീരങ്കിയിൽ മലിനജലം. സഭയിൽ കുപ്പിയുമായി പിണറായി വിജയൻ. സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ PM ശ്രീ പദ്ധതിക്കെതിരെ AISFും AYFും നടത്തിയ നിയമസഭാ മാർച്ചിൽ പോലീസ് മലിനജലം ഉപയോഗിച്ചെന്ന ആരോപണവുമായി പ്രതിപക്ഷം നിയമസഭയിൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ജലപീരങ്കിയിൽ ഉപയോഗിച്ച മലിനജലം നിറച്ച കുപ്പിയുമായി സഭയിലെത്തിയത് നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന മലിനജലം പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിച്ചത് അതീവ ഗൗരവത്തോടെ കാണണമെന്നും വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമായ മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജി 2 ആഴ്ചത്തേക്ക് മാറ്റി. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് 1-ാം പ്രതി പൾസർ സുനി അടക്കം 6 പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. സുനിൽകുമാർ, മാർട്ടിൻ, വിജീഷ്, വടിവാൾ സലീം അടക്കമുള്ള പ്രതികളാണ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. കേസിൽ വാദം നടത്താൻ സാവകാശം വേണമെന്ന പ്രോസിക്യൂട്ടറുടെ ആവശ്യത്തെ തുടർന്നാണ് കേസ് മാറ്റിയത്. 20 വർഷം തടവിനാണ് പ്രത്യേക കോടതി പ്രതികളെ ശിക്ഷിച്ചത്. പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരും കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ കോടതിയിൽ ഹാജരായ മുഹമ്മദ് ഹനീഷ് മാപ്പപേക്ഷ നൽകി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള ഉത്തരവ് വൈകിയതിന് ഹൈക്കോടതിയിൽ നിരുപാധിക മാപ്പപേക്ഷ നൽകി വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്. കോടതിയിൽ നേരിട്ട് ഹാജരായ മുഹമ്മദ് ഹനീഷിനോട് കോടതി ഉത്തരവ് വായിക്കാൻ അറിയില്ലേ എന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ ചോദിച്ചു. നിരന്തരമായി കോടതി ഉത്തരവ് അവഗണിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കോടതിയുടെ ചോദ്യം. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും താൻ ഒഴിഞ്ഞുവെന്നും ഇപ്പോൾ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണെന്നും മുഹമ്മദ് ഹനീഷ് കോടതിയെ അറിയിച്ചു. ഹനീഷിന്റെ മാപ്പപേക്ഷയിൽ ജൂലൈ 2 കോടതി തീരുമാനമെടുക്കും. അർജുൻ ആയങ്കിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. എറണാകുളം സെഷൻസ് കോടതിയുടേതാണ് നടപടി. കേസിന് പിന്നാലെ ഒളിവിൽ പോയ അർജുൻ ആയങ്കിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് CAയെ ഭീഷണിപ്പെടുത്തിയത്. ഇതിൽ IT ആക്ട് പ്രകാരം കേസെടുത്തിരുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരണമോ എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമല്ല. കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തുടങ്ങിയതാണ് ഈ പദ്ധതി. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്നതിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. അതേസമയം സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവ് നാളെ ഇറങ്ങും. 24-ാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. KPCCയിൽ അടിയന്തര അഴിച്ചുപണിക്ക് നീക്കം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയായതോടെ സംഘടന നിഷ്ക്രിയമെന്ന് റിപ്പോർട്ട്. KPCC ഓഫീസ് പ്രവർത്തനമടക്കം നിശ്ചലമായതായാണ് വിവരം.
മന്ത്രിയായിട്ടും പ്രസിഡന്റ് സ്ഥാനം ഒഴിയാതെ സണ്ണി ജോസഫ് പദവിയിൽ തുടരുന്നത് സർക്കാർ പാർട്ടി ഏകോപനങ്ങൾക്കിടയിലും പാളിച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. KPCCക്ക് പുതിയ പ്രസിഡന്റിനെ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, VS ശിവകുമാർ, ബെന്നി ബെഹനാൻ എന്നീ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. എറണാകുളം വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. കൊച്ചി വൈപ്പിനിലെ സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിച്ച വിദേശ കപ്പലിനാണ് തീപിടിച്ചത്. തീയണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമം തുടരുന്നു. വൈപ്പിൻ കാളമുക്കിലെ സ്വകാര്യ ഷിപ്പ്യാർഡിലാണ് സംഭവം. പുലർച്ചെ കപ്പലിന്റെ മുകൾ ഭാഗത്തു നിന്നും തീ വരുന്നത് മത്സ്യത്തൊഴിലാളികളെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ വിവരം അധികൃതരെ അറിയിച്ചു. കപ്പലിന്റെ മുകൾ ഭാഗത്ത് തീ വ്യാപിച്ചതായാണ് റിപ്പോർട്ട്. എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമല്ല. സമീപത്ത് അറ്റകുറ്റപ്പണിക്കെത്തിച്ച നിരവധി ബോട്ടുകളും കപ്പലുകളും ഉള്ളതിനാൽ തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഫയർഫോഴ്സ്.